ബൈ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഇതിനകത്ത് ഞാൻ ആവശ്യമുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആവശ്യമുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇനിയിപ്പോൾ വണ്ടി ഓഫ് ആക്കണമെങ്കിൽ അവിടെ അങ്ങ് പോയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് വേണം ഓഫ് ആക്കാൻ. ആൻഡ് ദ തിങ് ഈസ് അവിടെ വേറെ ഒരു ഓട്ടയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ആൾക്കാർക്ക് ഇത് ഡിബേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതൊരു രീതിയിൽ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കാനുള്ളൊരു ഇതല്ലേ എന്നുള്ളത്. അപ്പം വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാറാണ് MGയുടെ കോമറ്റ്. അപ്പോൾ വരൂ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഈ ഒരു കാർ അപ്പോൾ സ്റ്റാർട്ട് ആക്കണമെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി കയറിയിരുന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യാൽ മതി. അവിടെ റെഡിയെന്ന് കാണിക്കും. ഹാൻഡ് ബ്രേക്ക് എടുക്കുക, ഇവിടെ ഡ്രൈവ് മോഡിലേക്ക് ഇടുക, സ്റ്റാർട്ട് ഡ്രൈവിങ്. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ ഡിസ്ക്ലെയിമർ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്പെക്ക് റിലേറ്റഡ് ആയിട്ടൊന്നും സംസാരിക്കില്ല. ഈ വണ്ടി ആക്ച്വലി എനിക്ക് ഓൾമോസ്റ്റ് 2 weeks കിട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഓൾമോസ്റ്റ് ഡ്രോവ് അറൗണ്ട് 1200 kilometers. അതും സിറ്റിയിൽ മാത്രം. EV ആണ്, നിങ്ങൾക്കറിയാം സിറ്റി ടൈഡപ്പ് ആയിട്ടുള്ള ഒരു സംഭവമാണ് EV എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു EV ആണ്. പെട്രോൾ കാർസിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ച്, അതായത് കംഫർട്ടബിൾ കാർസിൽ നിന്ന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കാറിനകത്തേക്ക് വന്നത്. ദെൻ സ്ലോലി ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ബിക്കം എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇത് തന്നെ എടുത്ത് എല്ലായിടത്തും പോവുക എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് ഞാൻ എത്തി. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ ആണ്. ബൈ ദ വേ ഈ കാറിനും പല വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതിലെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത്. ബൈ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഇതിനകത്ത് ഞാൻ ആവശ്യമുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആവശ്യമുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. കാരണം ദ പ്രൈസ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം അറൗണ്ട് 7.5 lakhs. ഓൾമോസ്റ്റ് ഒരു 9.5 lakh to 10 lakh ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. അപ്പം നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കയറാം. ഫസ്റ്റ് വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പുറത്തുനിന്ന് നോക്കുന്ന ഒരു സമയത്ത് ഇതൊരു വളരെ ചെറിയ കാറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സമയത്ത് ഒരു ക്യൂട്ട് കാർ എന്നുള്ള ലെവലിലാണ് കാണുന്നത്. പലർക്കും ഇതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടാറില്ല. അതൊരു സത്യസന്ധമായൊരു കാര്യമാണ്. എൻ്റെ ഒരു കണ്ടു കൂടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ലുക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലി ഡൺ ആയിട്ടുള്ള ഡിസൈൻ ഒന്നുമില്ല, വളരെ മിനിമലായിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷെ കാണാൻ ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 2 ആഴ്ച വെച്ച് ഓടിച്ചൊരു സമയത്ത് എനിക്ക് ഇതിനോടുള്ളൊരു സ്നേഹം പതുക്കെ കൂടി വന്നപ്പോൾ എനിക്കിപ്പോൾ ഈ ലുക്ക് കാണാനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ ഓൾ ടുഗദർ ഒന്ന് ചുറ്റി കാണുന്ന നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഗ്രാഫിക്സ് ഒക്കെ കുറവായിട്ടുള്ള ഒരു പ്ലെയിൻ ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. പക്ഷേ കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് കാർ എന്നുള്ള രീതിയിലുണ്ട്. പിന്നെ ഈ കാർ ഓടുമ്പം ഈ ഉണ്ടാകുന്ന ഒരു എന്നുള്ളൊരു ശബ്ദമുണ്ട്. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുന്നത്. അകത്തേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ അകത്ത് ആക്ച്വലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം കയറിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു റെഗുലർ കാർ ഓടിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് SUVs ഓടിക്കാറുണ്ട്, സെഡാൻസ് ഓടിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ഓടിച്ച് ഇതിലേക്ക് വന്നൊരു സമയത്ത് കുറേ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തു. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഞാനിപ്പം ഒരുവിധം ഓവർകം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. അതിനൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ആണ്. ഇവിടെ കുറേ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറവാണ്. ഇവിടെ ഒരു ബോക്സ് എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല. സ്പേസിൻ്റെ കാര്യത്തിൽ ആദ്യം കുറച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലേറ്റർ ഐ ഫിഗർ ഔട്ട് ദാറ്റ് നമ്മുടെ മൊബൈലൊക്കെയാണ് ഇപ്പോൾ സാധാരണ ഇവിടെ വെക്കാറ്. അതിന് പകരമായിട്ട് മൊബൈൽ അവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ കോ പാസഞ്ചർ ആയാലും മൊബൈൽ അവിടെ വെക്കാം. അത് നല്ല ഗ്രിപ്പും ഉണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ അതിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് ഒരു ക്ലോത്ത് ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ നോക്കിയ ഒരു നല്ലൊരു പ്രീമിയം കാർ. സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ലെതർ ഫിനിഷാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് ആക്ച്വലി കമ്പയർഡ് ടു അതർ കാർസ് ഇത് കുറച്ച് ഒരു ചെറിയൊരു സ്റ്റിയറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിടിക്കുന്ന ഒരു സമയത്ത് ഒരു ടോയ് കാർ എഫക്റ്റാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മളൊരു ടോയ് ഓടിക്കുന്നു, എന്താ പറയുക, ഒരു ഗോ കാർട്ടിങ്ങിലൊക്കെ പോയി നമ്മൾ ഓടിക്കില്ലേ, അതേപോലത്തെ ഒരു ഫീലാണ് തോന്നുന്നത്. ഈ ഒരു കാറിൻ്റെ സൈസിൻ്റെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടാണ് ഇതിൻ്റെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണുന്നത്. 2-piece ഡിസ്പ്ലേ ആണ്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ സ്പീഡ്, ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം എല്ലാം വെൽ റീഡബിൾ ആണ്. ചെറിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ആ സ്ക്രീൻ ചെറുതായിട്ട് എനിക്കൊന്ന് മാസ്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് തന്നെ. അതർവൈസ് റീഡബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയംനെസ് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ AC കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ES എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണുന്നുണ്ട്. ഈ ഒരു ES ബട്ടൺ ഞെക്കിയിട്ടാണ് ഇപ്പോൾ വണ്ടി ഈക്വലാണ് ഓടുന്നത്. ഈക്വലാണ് ഓടുന്നത്. ഞെക്കി കഴിഞ്ഞാൽ നോർമലിലേക്കാവും, ഈ കഴിഞ്ഞാൽ സ്പോർട്ടിലേക്കാവും. ഡ്രൈവിംഗ് മോഡ്സ് മാറ്റുന്നത് ആ ഒരു ബട്ടൺ ഞെക്കിയിട്ടാണ്. ഡ്രൈവിംഗ് മോഡ് മാറുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് ആ ഒരു പുള്ള് മനസ്സിലാവുന്നുണ്ടാകും. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കംഫർട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. പിന്നെ നമുക്ക് സൈഡ് സ്പേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഡോറിന് സൈഡിലൊരു സ്പേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡോർ എന്ന് പറയുന്ന ഒരു ഹ്യൂമങ്കസ് ഡോറാണ് ആക്ച്വലി. ഡോർ സ്പേസ് ആക്ച്വലി യൂസ് ചെയ്യാൻ അറിയണം. നമ്മൾ പൊതുവേ കാറിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്പേസാണ് യൂസ് ചെയ്യുക. ഇവിടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ ദൈവമാണെങ്കിൽ അപ്പുറത്തേക്കൊക്കെ വെക്കാം. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കാണുന്നത്. ഇവിടെ ഒരു മിഡിൽ സെപ്പറേഷൻ ഒന്നും വരുന്നില്ല. ആ കൂടെ ഒരു ഡ്രൈവ് മോഡിൻ്റെ ഇതാണ് വരുന്നത്. പിന്നെ സീറ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അഗെയിൻ ഒരു റെഗുലർ കമ്മ്യൂട്ടർ കാർന്ന് വരുന്ന ഒരു സമയത്ത് തൈ സപ്പോർട്ട് ഭയങ്കര കുറവായിട്ട് ഫീൽ. ഇപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും തൈ സപ്പോർട്ട് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ തൈ സപ്പോർട്ട് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു
സീറ്റ് ആക്ച്വലി എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് തന്നെ, ഞാൻ ഒരു ഷോർട്ടായിട്ടുള്ള ഒരാളാണ്, എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് തന്നെ ആക്ച്വലി ഞാൻ വളരെ പൊക്കത്തിലിരിക്കുന്ന പോലെ എനിക്കൊരു ഫീലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവബിലിറ്റി ഭയങ്കര രസമാണ്. ഓൾറെഡി ഇതൊരു ചെറിയ കാറാണ്, നമ്മൾ ഒമ്നിയൊക്കെ ഓടിക്കുന്ന പോലെ ആ എൻ്റെ കാണാം, അത്രേ ഉള്ളൂ കാറ്. ഈ ഒരു ഹൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിസിബിലിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് കയറിയിരിക്കുന്ന പോലെ ഉണ്ട്. ഈ മൊത്തം ഗ്ലാസ് നമുക്ക് വേണ്ടി വെച്ചവരുണ്ട്. ശരിക്കും പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോ പാസഞ്ചർ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവിൻ്റെ ഫോട്ടോ എടുത്ത പോലെ കിട്ടും, ഏകദേശം അതുപോലെ കിട്ടും. കാരണം നമ്മൾ ഭയങ്കര ക്ലോസ് ടു ദ ഗ്ലാസ് ആണ് ഇരിക്കുന്നത്. ഇപ്പം ഫോർ ദിസ് വീഡിയോ പർപ്പസ് ഞാൻ സീറ്റ് ഒന്ന് പുഷ് ബാക്ക് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കാല് വെക്കുന്നതിലും കുറച്ചൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ താഴെ ഒരു ഫ്ലാറ്റ് ബോർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കേർവ്ഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാല് വെക്കുന്നതിൽ അത്രത്തോളം ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം കാല് നമ്മൾ ഫ്ലാറ്റാക്കി വെക്കണം. അപ്പോൾ കാലം നീട്ടി അങ്ങോട്ട് വെക്കുക, നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുന്ന പോലെ അങ്ങോട്ട് ഇരുന്ന് വണ്ടി ഓടിക്കുക, അതിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. കാല് വെക്കാൻ സ്പേസ് ഉണ്ട്. ഹൈറ്റുള്ള ഒരാൾ ഇതിനകത്ത് കയറി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും ഫുൾ സീറ്റ് പുറകോട്ടേക്ക് ഇട്ടിട്ടാണ് ഇരുന്നത്. അതായത് ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാം നോക്കുന്ന ഒരു സമയത്താണ് പുള്ളിയും പറഞ്ഞത്. അതായത് ഇതിന് എന്തോ ഒരു വിയേർഡ്നെസ് ഉണ്ട്, പക്ഷേ യു വിൽ ഗെറ്റ് യൂസ് ടു ദാറ്റ് വിയേർഡ്നെസ് ഡ്രൈവ് ചെയ്യുന്ന ഒരു സമയത്ത്. പിന്നെ പിന്നിൽ സീറ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയോടത്തോളം കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. വേണമെങ്കിൽ നമുക്ക് രണ്ടുപേരെ കയറ്റിയിരുത്താം. പക്ഷേ ഫുട്ബോർഡ് എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റാണ്. പിന്നെ കാല് ഇങ്ങനെ ഒന്ന് കയറി ഇരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അതായത് മുട്ടൊക്കെ ഒന്ന് റേസ്ഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് വലിയ ആൾക്കാർക്ക് അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല റെയർ സീറ്റ് എന്ന് പറയുന്നത്. പിന്നെ റെയർ സീറ്റ് സ്ഥലമുണ്ട്, നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് സ്ഥലമില്ലെന്നേ ഉള്ളൂ, പക്ഷേ നല്ല സ്ഥലമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആക്ച്വലി ഫ്രണ്ടിൽ ആക്ച്വലി ഇരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ആൾക്കാർ വരിക. അതായത് നെഞ്ച് വിരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും നെഞ്ച് വിരിച്ചിരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഈ കാറിനുള്ളൂ. കാരണം രണ്ടുപേരുടെ ഷോൾഡർ അടിക്കും. ഷോൾഡർ ടു ഷോൾഡർ ഡിസ്റ്റൻസ് പോലും ഇതിനകത്ത് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാറാണ്, ഒട്ടുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഒരു ഫ്ലാറ്റ് സീറ്റാണ്, അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റൊന്നും അറിയില്ല. അതായത് സിറ്റിയിലൊക്കെ ഓടിക്കുന്ന ഒരു സമയത്ത് പോസിബിളി ഒരു ഹാഫ് ആൻ അവർ ടു 1 hour ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാം. പക്ഷേ ഞാൻ ഈ കാർ എടുത്തിട്ട് സിറ്റിയിൽ ഓട്ടോ ഓടിക്കുന്ന പോലെ ഓടിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഞാൻ ഓട്ടോ ഞാൻ ഫോളോ ചെയ്യാം. ഗൂഗിൾ മാപ്പ് പറഞ്ഞ ടൈമിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടാണ് ഈ ഒരു കാർ ഓടുന്നത്. അത് ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റിയും ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അതായത് ഇതിൻ്റെ ഡ്രൈവബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല പവറാണ്. ഇപ്പോൾ ഞാൻ സ്പോർട്സിലിട്ടൊന്നും കാണിച്ചു തരാം, ഉണ്ടല്ലോ, നല്ല പുള്ളിങ്ങാണ്, വണ്ടി പറക്കുന്നുണ്ട്. പിന്നെ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയ വീൽസാണ് വരുന്നത്. വെറുതെ ഓവർ സ്പീഡ് ചെയ്യണ്ട, ഇതിന് ചെറിയ വീൽസാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലൊരു സ്പീഡിൽ പോകുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു കുഴിയിൽ വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കോർണർ എടുക്കേണ്ട ഒരു സമയത്ത് വന്നു കഴിഞ്ഞാലോ അതൊരു കോൺഫിഡൻസ് ഇഷ്യൂ ചെറുതായിട്ട് തരുന്നുണ്ട്. പക്ഷേ ഇതൊരു കമ്മ്യൂട്ടർ കാർ എന്നുള്ളൊരു രീതിയിൽ നോക്കുന്ന ഒരു സമയത്ത് സിറ്റിയിൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഓടുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവിൻ്റെ ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹോൾ ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ആ ഹോൾ ഫംഗ്ഷൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതായത് വണ്ടി ഒന്ന് നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഹോൾഡിലാണ് ഇരിക്കുന്നത്. അതായത് വണ്ടി നിർത്തിയിട്ട് നമ്മളൊന്ന് എടുക്കുന്ന ഒരു സമയത്ത് വണ്ടി ഇപ്പം കയറ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്കൊന്ന് പുറകോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പം എനിക്ക് കയറ്റം ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. അപ്പം ഹോൾഡറാണെങ്കിൽ പോകണം ഒരു പൊടിക്കൊന്ന് പുറകോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ത്രോട്ട്ലിംഗ് ആണെങ്കിൽ പോലും ഇപ്പം ഞാൻ ചവിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം, കണ്ടല്ലോ, ഒരു പൊടിക്കൊരു ലാഗ് ഉണ്ട്. പക്ഷേ ആ ഒരു ലാഗ് നമ്മൾ ഓടിച്ച് ശീലമായി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ടു ആവുന്നൊരു സംഭവമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ മൈനർ ലാഗ്. ആ ഒരു ലാഗ് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ബാറ്ററിൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു റീജിയൻ സെറ്റിങ്സിൽ ഈക്കോയിലിട്ട് നമ്മൾ ഓടിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന് 200 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പിലും ഇട്ടിട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് പോയൊരു സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വളരെ ആക്യുറേറ്റ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 95% മുകളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വൽ ഓൺ റോഡ് ഒരു 95 കിലോമീറ്റർ ഓടുമ്പോഴാണ് ഈ ഡയലിൽ ആക്ച്വലി 100 കിലോമീറ്റർ കാണുന്നത്. ചില കാറുകളൊക്കെ നമ്മൾ ആക്ച്വലി ഈ കാറിനകത്ത് 100 കിലോമീറ്റർ കാണിച്ചാലും നമ്മൾ ആക്ച്വൽ റോഡിൽ 70 ഓടിയിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ഡ്രൈവിംഗ് സ്റ്റൈലും കൂടെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ റീജിയനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ബാറ്ററി ചാർജ് കുറച്ചുകൂടെ ഗെയിൻ ചെയ്യാൻ. പക്ഷേ ഈക്കോ മോഡിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ആക്യുറസിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. ആ 200 കിലോമീറ്റർ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു 140-150 കുറഞ്ഞു വരുമെന്നാണ്. പക്ഷേ ഒരു ദിവസം എനിക്ക് കുറേ ഓടിക്കണ്ടായിരുന്നു സിറ്റിനകത്ത്. അന്ന് ഈ കാറായതുകൊണ്ടാണ് ആക്ച്വലി മടുപ്പില്ലാതെ ഞാൻ ഓടിച്ചതും. പിന്നെ ഇതിന് ആക്ച്വലി 360 ക്യാമറ അങ്ങനത്തെ സംഭവമൊന്നും വരുന്നില്ല, റിവേഴ്സ് ക്യാമറ മാത്രമാണ് വരുന്നത്. പക്ഷേ ക്യാമറയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, ഇവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും കുറച്ചൊരു ക്യാച്ച് ഉണ്ട്. ബൈ ദ വേ ഇതിന് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ചാർജ് അങ്ങനെ ഡിസ്ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയായിട്ടാണ് ഇതിൻ്റെ ബേസിക് സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ആ സ്വിച്ച് പറഞ്ഞപ്പോഴാണ് വേറെ ഒരു സംഭവത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം സംസാരിക്കുന്നതിന് മുന്നേ വേറെ ഒരു സംഭവം ഞാൻ ഈ കാറിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിവിടെ ചെറിയൊരു കയറ്റമുണ്ട്. ഞാനിവിടെ വെച്ച് ഈ ഹോൾഡ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഹോൾഡിൻ്റെ ഒരു ബാക്കിൽ വണ്ടികളൊന്നുമില്ല. പിന്നെ ഒരു സേഫ്റ്റിക്ക് ഞാൻ കോഷൻ ലാമ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കാറ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹോൾഡ് വർക്ക് ചെയ്യണം. അതായത് വണ്ടി ഇവിടെ തന്നെ നിൽക്കണം.
കണ്ടല്ലോ, വണ്ടി കുറച്ചൊന്ന് പുറകോട്ട് വന്നു. വീണ്ടും ഞാൻ ഒന്ന് ബ്രേക്ക് പ്രസ് ചെയ്തു. വണ്ടി കുറച്ചൊന്ന് പുറകോട്ട് വരുന്നുണ്ട്. ഇതാണ് ഞാൻ ഹോൾഡിൻ്റെ കാര്യം പറഞ്ഞത്. ഇനിയിപ്പോൾ വണ്ടി ഓഫ് ആക്കണമെങ്കിൽ അവിടെ അങ്ങ് പോയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് വേണം ഓഫ് ആക്കാൻ. ആൻഡ് ദ തിങ് ഈസ് അവിടെ വേറെ ഒരു ഓട്ടയും കൂടെ ഉണ്ട്. അപ്പം ഇത് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ബൈ ദ വേ, ഞാൻ സ്റ്റിൽ കാറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതേ പോയിന്റ് തന്നെ ഫ്രണ്ടുമായിട്ട് ഞാൻ പോയ സമയത്ത് പുള്ളിൻ്റെ അടുത്ത് വെച്ച്, നീ എന്താണ് ഈ കൈയിട്ട് കാണിക്കുന്നത് കാറിൻ്റെ ഇടയിലേക്ക്? അപ്പം ഞാൻ കുറച്ച് ഇതിൻ്റെ സ്വിച്ച് ഓഫ് ആകുന്നത് ഇതിങ്ങനെ അവിടെ പോയി കൈയിട്ടിട്ട് വേണം ശരിയാക്കാൻ. അതിനിടയിൽ അവിടെ ഒരു ഓട്ടോ പോലെ ഒരു സംഭവം ഉണ്ട്, ഒരു സ്വിച്ചും ഉണ്ട്. ഇത് ചെയ്താലേ സംഭവം ടേൺ ഓഫ് ആക്കാൻ പറ്റുള്ളൂ. അതൊരു കുറച്ച് ഓക്വേർഡ്നെസ് ആയിട്ട് എനിക്ക് തോന്നി. അത് അവിടെ ഒരു സ്വിച്ച് കൊടുത്തത്, ഇവിടെ ഒന്നും സ്വിച്ച് കൊടുക്കാതെ. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു ദി ഇൻഫോർടൈൻമെൻറ്റ്. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മ്യൂസിക് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് മ്യൂസിക് ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. ടച്ച് സ്ക്രീന് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ ചെറിയ ചെറിയ ഗ്ലിച്ചസ് ഒക്കെ ഇടയ്ക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇതിൻ്റെ തന്നെ ഉണ്ട്, ആ ചേച്ചി വരും. അപ്പോൾ ആ ചേച്ചി വരണമെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയാൽ മതി. ഈ ബട്ടൺ ഞെക്കാതെ ഈ ചേച്ചി ഇടയ്ക്ക് കയറി വരാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അതെ, ഈ ചേച്ചി വിളിച്ച് പറയും ഐ ആം ലിസ്ണിംഗ് എന്ന്. ഞാൻ ആ ചേച്ചിനോട് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ആ ചേച്ചി ഇടയ്ക്ക് കയറി വരാറുണ്ട്. അതാ എന്തൊക്കെയൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. പോട്ടെ FM ഒക്കെ ഓണാക്കി. ഇതാണ് ഈ ചേച്ചിയുടെ പ്രശ്നം. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ ഗ്ലിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില നേരത്ത് AC-ക്കും ഒരു ചാഞ്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹമ്പ് കൂടെ അറിയാതെയൊക്കെ ചാടുന്നൊരു സമയത്ത് AC ഒന്ന് ഓഫ് ആവും. അടുത്ത ഹമ്പ് ചാടിക്കഴിഞ്ഞാൽ AC ഓണായി വരും ചെയ്യും. അപ്പം AC ഓണാക്കാൻ ഹമ്പ് തന്നെ ചാടിക്കണമെന്നില്ല. ബട്ട് ഇൻ ജനറൽ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്ലിച്ചസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ AC-യുടെ വേറൊരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AC-യുടെ കൂളിംഗ് എന്ന് പറയുന്നത് കുറച്ച് അൺഈവണായിട്ട് തോന്നുന്നത്. ആകെ കൂടെ 3-4 സ്പീഡ്സ് ഇതിനകത്തുള്ളൂ. ആ 4 സ്പീഡ്സിൽ അതിൻ്റെ ഇപ്പുറത്തെ അറ്റത്തേക്ക് എത്തുന്ന ഒരു സമയത്തേക്കും അത് വാമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒന്നെങ്കിൽ നമ്മളെ തണുപ്പിച്ച് കൊല്ലും, അതല്ലെങ്കിൽ ചൂടെടുത്ത് വറുത്ത് കൊല്ലും എന്നുള്ള രീതിയിലാണ്. പിന്നെ ചില നേരത്ത് AC-യുടെ ആ ഒരു പെർഫോമൻസിനും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം AC ഫാൻ സ്പീഡും അതെല്ലാം തന്നെ അത്രത്തോളം ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു യൂസ് ആയിട്ടല്ല കാണുന്നത്. പക്ഷേ തണുപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, പുറത്തൊക്കെ നല്ല തണുത്തിരിക്കുന്ന ഒരു സമയത്ത് നല്ലോണം തണുക്കുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് വേറെ ഫീൽ ചെയ്തൊരു സംഭവമാണ്. അതായത് ഈ വണ്ടി നമുക്ക് ഓടിക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യാം, അതൊക്കെ ശരിയാണ്. പക്ഷേ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു 60% ഇതിൻ്റെ ഡോറാണ്, ഇതിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു പാർക്കിംഗ് സ്പേസ് കൊണ്ടുപോയി പാർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം പറ്റാൻ പോകുന്നത് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മളെ കോമൻ നമ്പൂതിരി റെഫറൻസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, മുതലാളി പാർക്ക് ചെയ്യാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, മുതലാളിക്ക് പുറത്തിറങ്ങാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് ഇതിനൊരു അജാനബാഹു ഡോറാണ്. ഈ ഡോറ് തുറക്കുമ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു മെർസിഡസിനിട്ട് ഒരു തട്ട് കൊടുത്തു എന്ന്. ഞാനല്ല തട്ട് കൊടുത്തത്. അതായത് ഇത് അറിയാതെ എൻ്റെ കോ പാസഞ്ചർ അപ്പുറത്ത് കയറി തുറന്നതാണ്. അപ്പോഴത്തേ ഞാൻ പറഞ്ഞു ഡോർ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോർ അങ്ങ് ജഡായു ചിറകു ഇരിക്കുന്ന പോലെ അങ്ങോട്ട് വിരിച്ചങ്ങോട്ട് പോകും. അപ്പം ഇത് പാർക്ക് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഒരു സൈഡ് പാർക്ക് ചെയ്യണം, അതായത് ഈ സൈഡ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിലേ അങ്ങ് പോയി അപ്പുറത്ത് കൂടെ ഇറങ്ങാമെന്നുള്ളൂ. ചെറിയ രീതിയിലൊരു കൺവീനിയൻസ് ആണത്. അതായത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതാ ഈ കാണുന്ന ബ്രേക്ക് ലിവർ എന്ന് പറയുന്നത് എവിടെയും കുത്തി കയറാതെ ശ്രദ്ധിക്കണം, അത് മാത്രമേ ഉള്ളൂ. അതർവൈസ് വേറെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ റെയർ വൈപ്പർ ഇല്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ട് യൂസബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ എന്ന്. പക്ഷേ അതും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു കാർ വാങ്ങുന്ന ഒരു സമയത്ത് ഞാനത് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ദ തിങ് ഇസ് പുറത്തിറങ്ങി പോയി കഴുകണമെങ്കിൽ പുറത്തിറങ്ങി പോയി കഴുകാം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു 7.5 lakh ടു ഇത് ഓൾ ദ വേ ഗോ അപ് ടു 10 lakh വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ വാങ്ങുന്ന ഒരു സമയത്ത് വാട്ട് ഡു യു ഗെറ്റ് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഞാൻ ഈ കാറ് ഓടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആൾക്കാർ എൻ്റെ അടുത്ത് എടാ ഈ കാശിന് എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് തിന്നാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു ലൈൻ ഓഫ് തോട്ട് എന്ന് ചിന്തിക്കുകയാണ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈമറി ഈ ഒരു കോസ്റ്റ് കൊടുത്ത് ഈ ഒരു കാർ എടുക്കുന്നതിൻ്റെ ഒരു പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റണം, ലക്ഷൂറിയസ് ആയിട്ട് തോന്നിക്കണം പുറത്തുനിന്നും അകത്തുനിന്നും. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഫീച്ചേഴ്സും ഇതിനകത്ത് കിട്ടണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ റിക്വയർമെൻ്റ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാർ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും. അതല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കാറുണ്ട് എടാ നാനോ എടുത്താൽ പോരെ, അല്ലെങ്കിൽ മറ്റേ ടാറ്റയുടെ EV-കൾ എടുത്താൽ പോരെ, ഇതൊക്കെ എടുക്കേണ്ട ആവശ്യം എന്താണെന്ന്. നാനോ എടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ നാനോ ഓടിക്കുന്നതിനേക്കാളും വേറൊരു ഫീലാണ് ഈ ഒരു കാറിന് കിട്ടുന്നത്. പിന്നെ രത്തൻ ടാറ്റ പണ്ട് പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഈ വാഗ്വാദം നടത്തുന്ന ആൾക്കാർ നാനോ എടുക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അതായത് നാനോ എടുക്കുന്നവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനോ വേണം എന്ന് തീർച്ചയായിട്ടും തീരുമാനിച്ച ആൾക്കാർ മാത്രമേ നാനോ എടുക്കാൻ പോകുള്ളൂ. കീബോർഡ് വാരിയേഴ്സും അതായത് കമ്പാരിസൺ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ഈ നാനോനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി കൊണ്ടുവന്നതിന് ശേഷം ഈ അടിക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ നാനോ വാങ്ങേണ്ട ആൾക്കാർ ഡയറക്റ്റ്ലി പോയി നാനോ വാങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രത്തൻ ടാറ്റ പറഞ്ഞ സാധനം, അതായത് നോബഡി വാണ്ട്സ് ടു ഗെറ്റ് ഇൻ ടു ദ ചീപ്പസ്റ്റ് കാർ ഇൻ ഇന്ത്യ. ആ ഒരു പോയിന്റോടാണ് നാനോ ആക്ച്വലി ഇറങ്ങിയ ഒരു സമയത്ത് അത്രത്തോളം വിജയിക്കാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നും ഇതിൽ നോക്കുന്ന ഒരു സമയത്ത് ഈ കാർ വാങ്ങുന്ന ഒരു സമയത്തും ആ ഒരു ലക്ഷറി പോയിന്റ് ഓഫ് വ്യൂ തോന്നുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കും തോന്നുന്നു എന്തിനാണ് ഇവന് ഇത്രയും വില കൊടുത്ത് ഇത്രയും ചെറിയ കാർ വാങ്ങി എന്നുള്ള ഒരു തോന്നലുണ്ട്. ദാറ്റ് ഓൾ ആഡ്സ് അപ്പ് ടു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലക്ഷറി എന്ന് തന്നെ ഞാൻ പറയും.
പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, അതായത് കുറച്ചുകൂടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ഫീച്ചേഴ്സ് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഈ ഡാഷും ഇതിനകത്ത് വരുന്ന വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. പിന്നെ ഫാസ്റ്റ് ചാർജേഴ്സ് എന്തായാലും ഓപ്റ്റ് ചെയ്യണം, ഏറ്റവും വലിയ ബാറ്ററി പാക്ക് തന്നെ നോക്കണം. അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളത് നോക്കാം. പിന്നെ വേറെ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ് ഇത് കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ കോഷൻ ലാമ്പ്. ഈ കോഷൻ ലാമ്പ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇത് തന്നെ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാനത് ഈ ലൈറ്റിൻ്റെ സ്വിച്ച് മാറ്റാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഈ കോഷൻ ലാമ്പ് ഇവിടെ കണ്ടത്. എനിക്ക് അറിഞ്ഞുകൂടാ MG നമ്മൾ മറ്റേ ഫുട്ബോളിൽ ഹെഡ് ചെയ്ത് വേണോ കോഷൻ ലാമ്പ് ഓണാക്കാന്ന്. കാരണം കോഷൻ ലാമ്പ് ഇസ് ഫോർ കോഷൻ. ഒരു കോഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഇവിടെ എവിടെയെങ്കിലാണ് സ്വിച്ച് എക്സ്പെക്ട് ചെയ്യുക, അല്ലാതെ തലകൊണ്ട് ഇടിച്ചിട്ടല്ല ഈ സ്വിച്ച് ഓണാക്കേണ്ടത്. നൈറ്റ് ടൈം യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് ഈ ഒരു ലൈറ്റിന്, ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓഫ് കോഴ്സ് എന്താ പറയുക, കുറച്ച് ബ്രൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു അതിമാരക സാധനമാണ്. അതായത് TV ചെറുതാണെങ്കിൽ റിമോട്ട് വലുതാണെന്ന് പറയില്ലേ, ആ പഴഞ്ചൊല്ല് അത് സിറ്റുവേഷനുമായിട്ട് അത്രത്തോളം യോജിക്കുന്നില്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അതായത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. ഹൈ ബീം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് വേറെ ഏതോ വലിയ വണ്ടിയാണെന്നാണ്. നൈറ്റ് യൂസ് ചെയ്യാനാണെങ്കിൽ ലൈറ്റ്സ് അപാരമാണ്. ചിലപ്പോൾ കുറച്ച് തെറി കെട്ടുന്നിരിക്കും കേട്ടോ ഹൈ ബീമൊക്കെ ഇട്ട് ഓടിക്കുന്ന ഒരു സമയത്ത്. അതുകൊണ്ട് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, അധികം ഹൈ ബീം യൂസ് ചെയ്യരുത്. ഓപ്പോസിറ്റ് വരുന്ന ട്രാഫിക്കിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ അഫോർഡബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ MGയുടെ വെബ്സൈറ്റിൽ വായിച്ചപ്പോൾ മറ്റേ ബേസ് എന്ന് പറഞ്ഞ സാധനം കണ്ടു. അതായത് നമ്മുടെ ബാറ്ററി ഇപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് ആദ്യം വിൻസറിലാണെന്ന് തോന്നുന്നു വന്നത്. വിൻസറിൽ വന്ന സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമ്മൾ പർച്ചേസ് ചെയ്യണം, ബാറ്ററിയുടെ കോസ്റ്റ് മാറ്റി വെച്ചിട്ട് വണ്ടി വാങ്ങാം. വണ്ടി വാങ്ങിയതിന് ശേഷം നമ്മൾ ബാറ്ററിക്ക് ഒരു ചാർജ് കൊടുത്താൽ മതി. അതായത് ഒരു വാടക പോലെ, ഒരു ലോൺ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ഇത് 2 രീതിയിൽ ആൾക്കാർക്ക് ഇത് ഡിബേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതൊരു രീതിയിൽ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കാനുള്ളൊരു ഇതല്ലേ എന്നുള്ളത്. അപ്പം ഞാൻ ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കിപ്പം ഒരു ഇനീഷ്യൽ കോസ്റ്റ് ഇടാനില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 2 ലക്ഷം രൂപയൊക്കെ കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നോക്കാവുന്നേ ഉള്ളൂ. ഇനീഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇൻ കേസ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പോയിൻ്റാണ്, അതായത് ഈ 5 കൊല്ലം കഴിഞ്ഞാൽ ഇതിനെന്ത് സംഭവിക്കും, റീസെയിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരാതെ. ആ ഒരു സമയത്ത് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററി ഈസ് ഓൾവേസ് വിത്ത് ദ കമ്പനി. അതായത് ബാറ്ററി നമ്മൾ വാടക കൊടുത്തിട്ടാണ് ബാറ്ററി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് എന്ത് പറ്റിയാലും അത് കമ്പനി നോക്കണം, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് വണ്ടി മാത്രമാണ് നമ്മുടെ കയ്യിലെടുത്ത്. പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന ചാർജർ വെച്ചിട്ട് ഒരുവിധം പെട്ടെന്ന് ചാർജ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കണ്ടത്. പിന്നെ വേറൊരു സംഭവം, ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബൂട്ട് സ്പേസ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ആ ചാർജറും ആ ചാർജറിൻ്റെ ബാഗും അവിടെ വെച്ച് കഴിഞ്ഞാൽ തീർന്നു. അതായത് ഒരു നേരിയ ലാപ്ടോപ്പ് ബാഗ് വെക്കാവുന്ന ഒരു ബൂട്ട് സ്പേസേ ഇതിനുള്ളൂ. പക്ഷേ സീറ്റ് റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് വരും. പിന്നെ ചാർജിങ്ങിൻ്റെ വേറെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഹബ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, MGയുടെ തന്നെയാണ്. ആ ഒരു ആപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എവിടെയെല്ലാം ചാർജേഴ്സ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ആപ്പ് വഴി നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയും നമുക്ക് ചാർജേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഒരു കോസ്റ്റ് കൊടുത്തിട്ടാണോ ചാർജ് ചെയ്യുന്നത് അതോ ഫ്രീ ചാർജ് ആണോ എന്നുള്ളത് അറിയില്ല. അപ്പം നിങ്ങൾ ആ ആപ്പ് കയറിയിട്ട് തന്നെ നോക്കുക ഡീറ്റെയിൽസ് ഒക്കെ. കാരണം ആസ് ഓഫ് നൗ ഞാൻ നോക്കിയ സമയത്ത് അതിനകത്ത് ചാർജ് ഒന്നും കണ്ടില്ല. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ചാർജ് ചെയ്യാനാണ്. പിന്നെ ഞാൻ ഈ അടുത്ത് ഒരു ട്രിപ്പിന് പോകുന്നൊരു സമയത്ത്, അതായത് അൽക്കസാറുമായിട്ട് ട്രിപ്പിന് പോകുന്നൊരു സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പല റെസ്റ്റോറൻറ്റ്സും ആക്ച്വലി ഈ ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം വലിയ കാശൊന്നും ആവുന്നില്ല. കാരണം ഒരു EV 1-2 മണിക്കൂർ അവിടെ കിടന്ന് ചാർജ് ചെയ്യുന്നതെന്ന് വെച്ച് അധികം കാശൊന്നും അവർക്ക് ആവാൻ പോകുന്നില്ല. പക്ഷേ അത്രയും സമയം അവിടെ ഒരാളിരുന്ന് ഭക്ഷണം കഴിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അയാളുടെ മൊത്തം ഫാമിലീൻ്റെ നിന്ന് നല്ലൊരു ബില്ല് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു നല്ല വരുമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് EV കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഹൈവേ ഓറിയൻറ്റഡ് ആക്കാനുള്ളൊരു പോയിന്റ് കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഹൈവേ ഓറിയൻറ്റഡ് കാറേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കാറുമായിട്ട് സിറ്റിയിലാണ് എൻജോയ് ചെയ്തത്. അതിനും വേറെ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഓട്ടോ പോകുന്നതിൻ്റെ ഒരു ലൈനിലാണ് പോകുന്നത്. കാരണം അത്രേ ഉള്ളൂ ഇതിൻ്റെ ഡയമെൻഷൻ. ഞാനും കുറച്ച് ഓട്ടോസും തന്നെ ഫുള്ള് ബാംഗ്ലൂർ ട്രാഫിക്കിൽ ഇങ്ങനെ വെട്ടിച്ച് പോയിട്ട് ഡെസ്റ്റിനേഷൻ ഗൂഗിൾ പറയുന്നതിനേക്കാളും മുന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കാറിനെ ഫോളോ ചെയ്ത് പോകേണ്ട ആവശ്യം എന്ന് വെച്ച് ഞാൻ പറയുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡേർഡ് എന്നല്ല. പക്ഷേ ആ ഒരു ഡ്രൈവ് ലൈൻ ഉണ്ടല്ലോ, അത് അത്രേ ഉള്ളൂ. അതായത് ഈസിയാണ് ഓടിക്കാൻ, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല റോഡ് കിട്ടിയ ഒരു സമയത്ത് ഞാനും എൻ്റെ ഒരു കൊലീഗും, അപ്പം പുള്ളിക്കാരത്തിയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പറപ്പിച്ച് വിടുക. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ഒന്ന് നിർത്തണം, എനിക്ക് ഛർദ്ദിക്കാനുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുപറ്റി, കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ ഈ ഗർഭം? പിന്നെയാണ് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞത്, അതായത് ഈ സ്റ്റിയറിംഗ് പിടിച്ചിരുന്ന് ഞാനിത് ഫുള്ള് മറ്റേ F1 റേസിംഗ് ചെയ്യുന്ന പോലെ. കാരണം ഒന്നാമത് ചെറിയ സ്റ്റിയറിംഗാണ്, ഭയങ്കര രസമാണ് ഓടിക്കാൻ. ഇത് സ്പോർട്ട് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെ ഓടിക്കാം. അപ്പം ഒരു ചെറിയൊരു ബോഡി റോൾ ഉണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അത് അൺകംഫർട്ടബിൾ ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. കാരണം അവർ പിടിച്ചിട്ടല്ല ഇരിക്കുന്നത്, അവർ പിടിച്ചിരിക്കാതെ എന്താ പറയുക, അത്രത്തോളം ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഫ്ലാറ്റ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് മാത്രം ഇട്ടിരിക്കുന്ന ഒരു സമയത്ത് ആളാടും. അതുകൊണ്ടാണ് ചെറിയൊരു വോമിറ്റിംഗ് സെൻസേഷൻ വന്നത്. അപ്പം ഇത് എപ്പോഴും സംഭവിക്കുന്നതല്ല. അതായത് ഡ്രൈവർ മതിമറിഞ്ഞ് ഓടിക്കുക എന്നൊക്കെ പറയില്ലേ, അതായത്
ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ഓടിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോ ഡ്രൈവർ സീറ്റുള്ള ഒരാൾക്ക് ഒരു ചെറിയൊരു വോമിറ്റിംഗ് സെൻസേഷനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പറയാം. പിന്നെ വേറെ സംഭവമാണ്, അതായത് കയറുന്ന ഒരു സമയത്ത് തന്നെ ഒരു ബുദ്ധിമുട്ട് വേറെ ഒന്ന് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇടുന്നത്. അതായത് ഡ്രൈവർ സൈഡിന് പിന്നെയും കുഴപ്പമില്ല, ഇവിടെ ഒരു ബക്കിളുണ്ട്. അതായത് ഇത്രയും വലിയ ഡോർ വരുന്നതുകൊണ്ട് നമുക്ക് ആക്ച്വലി കാറിൻ്റെ പുറകിൽ നിന്ന് സീറ്റ് ബെൽറ്റ് വരുന്നത്. ബൈ ദ വേ ഇതിന് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അവിടുത്തെ സൈഡിൽ ഈ പറയുന്ന പോലെ ഒരു ബക്കിളില്ല, കാരണം അപ്പുറത്തെ സൈഡാണ് ആക്ച്വലി ആൾക്കാരെ നമ്മൾ ഉള്ളോട്ടേക്ക് കയറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡോർ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡ് സീറ്റ് ബെൽറ്റ് ഇടണമെങ്കിൽ കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവ് ഫീൽ ഭയങ്കര രസമാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് കിടുവാണ്. ആ ടയർ കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഇഷ്യൂ വരും. ബ്രേക്കിംഗ് അത്യാവശ്യം അടിപൊളിയാണ് എന്ന് വെച്ച് ഞാൻ പൊളിക്കാനും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, പൊളിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടോപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ളൊരു കാറല്ല. പിന്നെ ഇത്രയും വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്താ പറയുക, ഇതിന് ഇതുവരെ എനിക്കൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ വിചാരിച്ചു ഇതൊരു ചെറിയ കാറല്ലേ, അപ്പം എവിടെയെങ്കിലുമൊക്കെ പോയി അടിയിടിയെന്ന് പ്രതീക്ഷിച്ചിട്ടും ഒരു വലിയ വലിയ കുഴിയിലൊക്കെ ചാടിയ ഒരു സമയത്തും ഇത് മറ്റ് പല എന്താ പറയുക കോമ്പറ്റേറ്റീവ് കാർസൊക്കെ വെച്ച് നോക്കുന്ന ഒരു സമയത്ത് ഇതിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. മൊത്തത്തിൽ എനിക്കൊരു ഹാപ്പി ഫീലാണ്. അതായത് ഞാൻ പറഞ്ഞു കുറച്ച് പോരായ്മകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ ഒരു കാർ ഓടിക്കുന്നതായിട്ട്. പക്ഷേ അതിനേക്കാളും അഡ്വാൻറ്റേജസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് സാധാരണ ഒരു കാർ ഓടിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ ഞാൻ ഇതൊരു 1-2 ദിവസം ഈ ഒരു കാർ ഓടിച്ച് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഒബ്വിയസ് ആയിട്ടും എനിക്ക് ഈ ഒരു കാർ ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കാം ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിത് ഹൈലി സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ബഡ്ജറ്റ് ഉണ്ട്, വളരെ പ്രീമിയം ലുക്കിംഗ് കാർ വേണം. പിന്നെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റണം. ഈ ഒരു ഫോം ഫാക്ടറിലുള്ള ഒരു കാർ എന്ന് പറയുന്നത് നമുക്ക് ഇത് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ കാശ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒരു വലിയ കാർ കിട്ടും എന്നുള്ളൊരു പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് കോഴ്സ് കിട്ടും. പക്ഷേ വലിയ കാറിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.